ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ ഒരു കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് 2-3 പ്ലാൻസ് വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട പരിപാടി എന്ന് വിചാരിച്ചേട്ടോ. ഇത് ഒടുക്കത്തെ കോംബോ ആയി. ഇവിടെയാണ് ആ സെക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളെ കൊടുക്കാൻ ആ ഓഫറിൽ കൊടുക്കാനുള്ള പ്ലാന്റുകളുടെ ഹൈറ്റ് ആണ്. ഈ മാവോ? ഹിമാപസന്ത് മാവ്. അടിപൊളി. എൻ്റെ അത്രയും പൊക്കമുള്ള ഹിമാപസന്ത് മാവ് കൊടുക്കും. അൽഫോൺസ മാവ്, ഇത്രയും ഉയരം അൽഫോൺസ മാവ് കൊടുക്കാം. എനിക്കും വേണം കേട്ടോ. ആപ്പിൾ റുമേനിയ ഇത് കൊടുക്കാം. സിന്ദൂരം ഒക്കെ ഇത്രയും ഹൈറ്റുള്ള സിന്ദൂരം. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിനടുത്ത് തന്നെ പാങ്ങപ്പാറ റോയൽ ഗ്രീൻ ഹൗസ് എന്നൊരു ഗാർഡനിലാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മണിക്കൂർ നീളമുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ കുറച്ചധികം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും നല്ല അക്സെപ്റ്റൻസ് കിട്ടിയ വീഡിയോ ആണ്. കാരണം അത്രയും ക്വാളിറ്റി പ്ലാൻസ് ആയിരുന്നു ഞാൻ കാണിച്ചിരുന്നത്. പക്ഷേ അന്ന് പലരും പറഞ്ഞൊരു പരാതിയുണ്ട്, ഞാൻ ഇതിൻ്റെ ഒന്നും വില പറയുന്നില്ല, പിന്നെ കൊറിയർ സർവീസ് ഇല്ല, ഈ വക കാര്യങ്ങൾ. ഇത് രണ്ടും ഓവർകം ചെയ്യാൻ വേണ്ടി പുതിയൊരു വീഡിയോയുടെ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കിടിലൻ ഓഫർ വന്നിട്ടുണ്ട്. ഒരു കോംബോ ഓഫറാണ്. ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇവിടെ കോംബോ ഓഫറിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഓഫർ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ സാരഥി ഷിബുവുമായിട്ടൊന്ന് സംസാരിക്കാം. ഷിബു എന്താ പറഞ്ഞു നോക്കാം കോംബോ ഓഫറിനെ കുറിച്ച്. വാ. ഷിബു എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, വീട്ടിന് തൊട്ടടുത്താണ്. എൻ്റെ ഏറ്റവും വലിയ വിനോദമാണ് ഈ ഗാർഡൻ ഇടയ്ക്കിടെ സന്ദർശിക്കുക എന്നുള്ളത്. കാരണം കുറേ വെറൈറ്റി വരുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ പുള്ളിയായിരിക്കും ഇവിടെ നിന്ന് കാണും. അതിൻ്റെ ഒരു ഹോബിയും കൂടി കേട്ടോ. അപ്പോൾ നമുക്ക് ചോദിക്കാം ഈ കോംബോ ഓഫറിനെ കുറിച്ച്. അപ്പോൾ പണ്ട് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരുടെയും പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ, വില പറഞ്ഞില്ല എന്നുള്ളൊരു പരാതി. കൊറിയർ സർവീസ് ഇത് രണ്ടും. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേയധികം പുതിയ പ്ലാന്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു കോംബോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു വീട്ടിൽ എന്തൊക്കെയാണ് ആവശ്യം, ഇപ്പോൾ പ്ലാവ്, മാവ്, റംബൂട്ടാൻ എന്ന് വേണ്ടുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കോംബോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് ഒരു 3-4 മാസക്കാലം നമുക്കിത് കൊടുക്കാൻ സാധിക്കും. ഏത് മുതൽ ഏതുവരെ എന്ന് പറയാം? 3-4 മാസം എന്ന് പറയുന്നത് വീഡിയോ ഈ ആഴ്ച തന്നെ ഇടും. ഈ ആഴ്ച മുതൽ 4 മാസം ഞാനിത് ഈ കോംബോ കറക്റ്റായിട്ട് ഈ പറയുന്ന ഇത്രയും സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കും. മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ കൊടുക്കാം. ഓക്കെ, ഒക്ടോബർ എൻഡ് വരെ കേട്ടോ. ഒക്ടോബർ എൻഡ് വരെ ഈ ഓഫർ ഇതുപോലെ തന്നെ ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ പ്ലാന്റുകളും കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 5 മാവ് എടുത്തു കഴിഞ്ഞാൽ 1000 രൂപ. 5 മാവ്, എല്ലാ മാവിനും ഒരു 3 അടി പൊക്കം, തറയിൽ നിന്ന് 2.5 അടി ശരാശരി പൊക്കമുള്ള പ്ലാന്റുകളായിരിക്കും തരുന്നത്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആ ഒരു കോംബോ സെക്ഷനിൽ വെച്ചേക്കുന്നതിൽ ഇഷ്ടമുള്ള മാവ് എടുക്കാം. ഹിമാപസന്ത്, നീലം, വെങ്ങനപ്പള്ളി, പിന്നെ കോട്ടൂർക്കോണം, കാലാപ്പാടി, അങ്ങനെയുള്ള ഇതിൽ കൂടുതലുണ്ട്. ഒരു 15-20ഓളം വെറൈറ്റി പ്ലാന്റുകൾ നിങ്ങൾക്ക് തരും ആ ഒരു റേഞ്ചിലുള്ള. അതിനകത്ത് നിങ്ങൾക്ക് അടുത്തത് ഇനി ഇതിനകത്ത് ജബോട്ടിക്ക റെഡ് ഹൈബ്രിഡ് ആഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ജബോട്ടിക്ക ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ ഫ്രൂട്ട് സ്വീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പേര, അർക്കാക്കിനൻ പേര, ജപ്പാൻ പേര, അതിനകത്ത് അലഹബാദ് സഫേദ് ഗുവ, പിന്നെ തായ്ലൻഡ് റെഡ് ആപ്പിൾ ചാമ്പ, അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാണിക്കാം. അതെ എല്ലാ അങ്ങനെ ഞാൻ പറയുകയാണ്. അങ്ങനെയുള്ള വേണമെങ്കിൽ ഒരേ പ്ലാന്റ് എടുക്കാം, അല്ലെങ്കിൽ മിക്സപ്പ് എടുക്കാം, കുഴപ്പമില്ല. 5 മിനിമം 5 എടുക്കണം. 1000 രൂപ. വളരെ ചെറിയൊരു പ്രോഫിറ്റ് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതിനകത്ത് സീഡ് ലൂബി ആഡ് ചെയ്യും, മനില ടെന്നീസ് ബോൾ ചെറി വരും, പിന്നെ ഇതിനകത്ത് സെഡർ ബേ ചെറി ആഡ് ചെയ്യും. ഞങ്ങളങ്ങനെ ഏറ്റവും നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ഓഫറാണ്. ഇതിനകത്ത് ബുഷ് ഓറഞ്ച് കാണും, പിന്നെ ഈ മുന്തിരി ഗുവ, എല്ലാം ശരാശരി ഈ ഒരു ഹൈറ്റുള്ള പ്ലാന്റുകളായിരിക്കും. തീരെ കുഞ്ഞ് പ്ലാന്റ് അല്ല, അത്യാവശ്യം ഉള്ളതിൽ നല്ല ആ സെക്ഷനിൽ മാറ്റി വെച്ചിരിക്കുന്നതിൽ ഏറ്റവും നല്ലത് നോക്കി തന്നെ തരും. അപ്പോൾ അങ്ങനെയാണ് ഇനി ഇതിൽ പ്ലാന്റുകൾ കാണിച്ചു തരാം. അടിപൊളി, നമുക്ക് നോക്കാം, പ്ലാന്റ്സ് നോക്കാം കേട്ടോ. ഇവിടെയാണ് ആ സെക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളെ ആ ഓഫറിൽ കൊടുക്കാനുള്ള പ്ലാന്റുകളുടെ ഹൈറ്റ് ആണ്. ഈ മാവോ? ഹിമാപസന്ത് മാവ്. അടിപൊളി. എൻ്റെ അത്രയും പൊക്കമുള്ള ഹിമാപസന്ത് മാവ് കൊടുക്കും. അൽഫോൺസ മാവ്, ഇത്രയും ഉയരം അൽഫോൺസ മാവ് കൊടുക്കാം. എനിക്കും വേണം കേട്ടോ. ആപ്പിൾ റുമേനിയ ഇത് കൊടുക്കാം. പിന്നെ നമുക്കിതാ ദസരി ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയുണ്ട് വേറെ പ്ലാന്റ്. ലങ്കത ഇവിടെ ഇരിപ്പുണ്ട്. ഈ മാവ് ആഡ് ചെയ്യും ഞങ്ങൾ. അമർപ്പാളി, അത്രയും പൊക്കമുള്ള ആ പ്ലാന്റ് ആഡ് ചെയ്യും. ഇതിനകത്ത് ഇനി സിന്ദൂരം ഒക്കെ ഇത്രയും ഹൈറ്റുള്ള സിന്ദൂരം, ഇത്രയും പൊക്കമുള്ള സിന്ദൂരം മാവ് കൊടുക്കും. നല്ല കനോട് കേട്ടോ. അതെ, ഇവിടെ കാലാപ്പാടിയുടെ സെക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട്. കാലാപ്പാടി ഇത് ഇവിടെ ഇരിക്കുന്നു. മല്ലികയുണ്ട്. കാലാപ്പാടി കൊടുക്കാം. മല്ലിക അത്യാവശ്യം കണ്ടോ, നല്ല കാലാപ്പാടി മാവ് കൊടുക്കാൻ സാധിക്കും. മാവിലാണെങ്കിൽ ഇനിയുണ്ട്. ദസരി ഇവിടെ ഇരിപ്പുണ്ട്, ഉയരമുള്ളത്. ഈ നീലം മാവ്, ദസരി മാവ്, നീലം മാവ് കൊടുക്കാം. പിന്നെ കോട്ടൂർക്കോണം കൊടുക്കാം.
തായ്ലൻഡ് കാറ്റിമോൺ മാവ് കൊടുക്കാം. ഇനിയും കുറച്ച് കാറ്റിമോൺ എന്ന് പറഞ്ഞത് ഇതാണ് തായ്ലൻഡ്. ഞാൻ കുറേ കേട്ടു, ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ സാധനം ഇപ്പോൾ. വേഗം കായ്ക്കും, ഒത്തിരി കായ്ക്കും. പക്ഷെ മാങ്ങയുടെ ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പാണ്, കാണാൻ അത്ര സുന്ദരിയല്ല. ഞാൻ പലപ്പോഴും മൂവാണ്ടൻ്റെ ഈ പൊക്കമുള്ള മൂവാണ്ടൻ കൊടുക്കാം. ഇത് കണ്ട മൂവാണ്ടൻ എല്ലാം തറയുന്ന ഒരു ശരാശരി ഓൾമോസ്റ്റ് എല്ലാം. ചിലത് ചിലപ്പം ഒരു 2 അടിയേ കാണുള്ളൂ, ചിലത് 3 കാണും, 3.5 കാണും. റംബൂട്ടാൻ N18 ആഡ് ചെയ്യും, E35 ആഡ് ചെയ്യും. N18 E35 ആഡ് ചെയ്യും. പിന്നെ അതിനകത്ത് ഡെങ്സൂരിയ പ്ലാവ് ആഡ് ചെയ്യും. E35 യെല്ലോ കളറാണ്. യെല്ലോ ഫ്രൂട്ട് അല്ലേ? ഇതിനകത്ത് ഒരു സിന്ദൂർ ആഡ് ചെയ്യാൻ പറ്റും. സിദ്ധു ജാക്ക് ആഡ് ചെയ്യാം. അതിനകത്ത് ഈ ഒരു 2 അടി പൊക്കമുള്ള വിയറ്റ്നാം സൂപ്പർ എയർലി ആഡ് ചെയ്യാം. J33 ആഡ് ചെയ്യാം. J33 ജാക്ക് ആഡ് ചെയ്യാം. നല്ല സംഗതി അടിപൊളിയാ. ഓൾ സീസൺ മാംഗോ ആഡ് ചെയ്യാം. പിന്നെ ഇതാ നമ്മുടെ നാടൻ നാരങ്ങ ആഡ് ചെയ്യാം. ഈ മനില ടെന്നീസ് പ്ലാന്റുകൾ താഴ്ന്ന് ഇങ്ങോട്ട് വരാനുണ്ട്, അത് ആഡ് ചെയ്യാം. ഈ ഒരു സെഡർബേ ചെറി, ഈ ഒരു ചെറി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഇരിക്കുന്ന ഇസ്രായേൽ ഓറഞ്ച് ആഡ് ചെയ്യാം. ഇസ്രായേൽ ഓറഞ്ച് അല്ലേ? ചൈനീസ് ഓറഞ്ച് ആഡ് ചെയ്യാം. എല്ലാം ഫ്രൂട്ടിങ് ആണ്. ഫ്രൂട്ടൊക്കെ ആയിട്ടുള്ള കോംബോയിൽ വരുന്നത് ഇത് ഇസ്രായേൽ ഓറഞ്ച്. ഇത് ആഡ് ചെയ്യാം. ഇത് അത്തി ആഡ് ചെയ്യാം. ഇത് ഇസ്രായേൽ അത്തി. ഇതിന്റെ കുറച്ച് നല്ല പ്ലാന്റുകൾ താഴെ വന്നിരിപ്പുണ്ട്. പിന്നെ അത് ഉൾപ്പെടുത്തൂല്ലേ? ഈ പറയുന്ന സാധനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. എനിക്ക് ഈ നെല്ലി ആഡ് ചെയ്യാൻ പറ്റും. ഇത് നോക്കിയാൽ മതി. ഈ നെല്ലി ആഡ് ചെയ്യാം. ജബോട്ടിക്കാവയുടെ ഈ ഒരു ഹൈറ്റുള്ള റെഡ് ഹൈബ്രിഡ് ആഡ് ചെയ്യാം. ജബോട്ടിക്കാവയുടെ വില എല്ലാവർക്കും അറിയാലോ അല്ലേ? അതെ. ഈ ഒരു പ്ലാന്റ്, ഈ ഒരു സൈസ് പ്ലാന്റുകൾ ആഡ് ചെയ്യാം. പിന്നെ ഈ റെഡ് ഗോവ ആഡ് ചെയ്യാം. ഈ മുന്തിരിപ്പേര തറയുന്നത് ഒരു 2 അടി പൊക്കമുള്ള മുന്തിരിപ്പേര ആഡ് ചെയ്യാം. അർക്കാക്കിരൻ ഗുവ ആഡ് ചെയ്യാം. ഇതിനേക്കാൾ വലിയ കുറച്ചുകൂടി നല്ല പ്ലാന്റുകൾ ഇരിപ്പുണ്ട്, വലിയ പ്ലാന്റുകളുണ്ട്, ഏകദേശം പൂവൊക്കെ ആയത്. തായ്വാൻ പിങ്ക് ഗുവ ആഡ് ചെയ്യാം. എൻ്റെ തായ്വാൻ പിങ്ക് ഞാൻ ഇവിടുന്ന് വാങ്ങി കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എവിടുന്ന തായ്വാൻ പിങ്ക് ഗുവ മേടിച്ചെന്നുള്ളത്. ഇവിടുന്ന് മേടിച്ചത് കേട്ടോ. ഇതൊക്കെ പ്ലാന്റ് 300 രൂപ മേടിച്ചു കേട്ടോ. അതെ. അത് പൂക്കളുണ്ടായിരുന്നു, വലിയ പ്ലാന്റ് ആയിരുന്നു. ഈ പ്ലാന്റുകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് തരും. ഇത് തായ്വാൻ പിങ്ക് ഉണ്ട് ഇതിനകത്ത്. തായ്വാൻ പിങ്ക് ഒക്കെ കേട്ടോ. ഈ ഒരു ഹൈറ്റ് VNR ഉണ്ട്, അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യും. എൻ്റെ അത്രയും എന്താ ഒരു തറയുന്നൊരു അലഹബാദ് സവേദ് ഗുവ ആഡ് ചെയ്യാം. പിന്നെ തായ്ലൻഡ് ഗ്രീൻ ചാമ്പ. ഇതോ എടുത്ത് നല്ല വലുപ്പമുണ്ടല്ലോ. തായ്ലൻഡ് ഗ്രീൻ ചാമ്പ ആഡ് ചെയ്യും. ക്യാഷു ആഡ് ചെയ്യാം. ക്യാഷു അടുപ്പുണ്ട്, അതിൻ്റെ പിക്ചർ വേണമെങ്കിൽ തരാം. ഈ കൊടംപുളി ആഡ് ചെയ്യാം. കൊടംപുളി ഈ കൊടംപുളി ആഡ് ചെയ്യാം. ബേറാപ്പിൾ ഗ്രീൻ ആഡ് ചെയ്യാം. ബേറാപ്പിൾ റെഡ് ആഡ് ചെയ്യാം. ബ്ലാക്ക് ഞാവൽ ആഡ് ചെയ്യാം. ബ്ലാക്ക് ജാമുൻ ആഡ് ചെയ്യാം. ബ്ലാക്ക് ജാമുൻ ഗ്രാഫ്റ്റഡ് ആണ്, 3 ഫീറ്റ് ഹൈറ്റ്. എന്താ നോക്കിയ അടിപൊളി. ഇത് ആഡ് ചെയ്യാം. ഗ്രാഫ്റ്റ് ചെയ്താണ്, ഗ്രാഫ്റ്റഡ് ആണ്, സ്റ്റോൺ ഗ്രാഫ്റ്റഡ് ആണ്. ഇനി ഉണ്ടോ? ഇനി നമുക്ക് കൊടുക്കാം. സപ്പോർട്ട് ആഡ് ചെയ്യാം. ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് ആഡ് ചെയ്യാം. ഈ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് ഇതൊക്കെ കിടിലൻ പ്ലാന്റ്സ് കേട്ടോ. എല്ലാം നല്ല പ്ലാന്റുകളാണ്. ഈ ബനാന ചിക്കു ആഡ് ചെയ്യാം. കായുണ്ട് കേട്ടോ അതിൽ. കായുണ്ട്, കാഴ്ചക്ക് പൂവായി തുടങ്ങിയത് തന്നെ. ബനാന ചിക്കു ആഡ് ചെയ്യാം. മിറക്കൽ ഫ്രൂട്ട് ആഡ് ചെയ്യാം. മിറക്കൽ ഫ്രൂട്ട് ആഡ് ചെയ്യാം. ഈ മാംഗോസ്റ്റീൻ്റെ ഗ്രാഫ്റ്റഡ് നിങ്ങളുടെ കയ്യിലുണ്ട്? അതെ ഇരിക്കുന്നു. ഓക്കെ. എത്ര വർഷം കൊണ്ട് കായ്ക്കും? ഇതൊരു 3-3.5 വർഷം. അതെ, എനിക്കൊരെണ്ണം വേണം കേട്ടോ. തരാം. ട്രൈ ചെയ്ത് നോക്കണം. സ്പേസ് ഇല്ലാത്ത നമ്മുടെ ബാരലിൽ നിന്നിട്ട് നോക്കാം. അതെ.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞത്. ഇനിയുണ്ട് പ്ലാന്റുകൾ ആഡ് ചെയ്യാനുണ്ട്, നമുക്ക് ആഡ് ചെയ്യാൻ ഇനിയും പറ്റും. അബിയു ഒക്കെ വരും ഒരു 3 ദിവസത്തിനുള്ളിൽ. പുതിയ ലോഡിൽ അബിയു, ഇത് ഈ കോംബോയിൽ കൊടുക്കാൻ പറ്റിയ അബിയു ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ലൊരു ഓഫർ കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ വന്നാണ് ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത്, ഒരാളിന് ഒരു ഗിഫ്റ്റും നമ്മൾ കൊടുക്കും, ഒരു ചെറിയ പ്ലാന്റ് ഗിഫ്റ്റും കൊടുക്കും. ഈ 1000-ന് പുറമെ ഒരു പ്ലാന്റ് നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് അവരുടെ ചോയ്സ് ചോദിച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ മാറ്റി വയ്ക്കുക, അതിൽ നിന്നൊരു ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ഫ്രീയും കൊടുക്കും ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ മാത്രം. ഇനി എന്താ വേണ്ടേ? എല്ലാവരുടെയും വിഷമം മാറിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വില പറയുന്നില്ല, വില കൂടുതലാണ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ട് അപ്പോൾ ഒരു കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് 2-3 പ്ലാൻസ് വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട പരിപാടി എന്ന് വിചാരിച്ചേട്ടോ. ഇത് ഒടുക്കത്തെ കോംബോ ആയിപ്പോയി. നിങ്ങൾ ആ മാവൊക്കെ കണ്ടോ? അതിലൊരു 5 മാവ് എടുത്തു കഴിഞ്ഞാൽ വെറും 1000 രൂപയാണ്, പ്ലസ് ഒരു ഗിഫ്റ്റും പുള്ളി പറഞ്ഞു. 300 രൂപ ഇല്ലാണ്ട് ഒരു മാവ് കിട്ടാൻ ചാൻസ് ഇല്ല. അത്രയും ഇത്തരം മാവ് കിട്ടും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, പ്ലാൻസ് നിങ്ങൾക്ക് കിട്ടും. പലരോട് പറയാറുണ്ട് അവിടെ പോയാൽ 100 രൂപയ്ക്ക് കിട്ടും, 150 രൂപയ്ക്ക് പ്ലാൻസ് കിട്ടും. പക്ഷേ ക്വാളിറ്റി പ്ലാൻസ് ഇത്ര അധികം സെലക്ഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾ അവിടെ പോയപ്പോൾ ഒരു പ്ലാന്റ് ആയിരിക്കും, നമ്മൾ അതിനെ കൊടുത്ത് 100 രൂപ എടുക്കേണ്ടി വരും. അതല്ല, നിങ്ങൾക്ക് കണ്ണിന് ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ വന്ന് മേടിക്കുക. അതല്ല കൊറിയർ ആവശ്യമെങ്കിൽ ഞങ്ങൾ കൊറിയർ ഇപ്പോൾ ഉടൻ തന്നെ ഒരു 1 മന്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യും. 1 മന്ത് എടുക്കും അല്ലേ? എന്തായാലും ഓർഡർ അതിന് മുമ്പ് ഓർഡർ കളക്ട് ചെയ്ത് ഒരുമിച്ചായിരിക്കും പോകുന്നത്. അത് റൂട്ട് സപ്ലൈ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. റൂട്ട് സപ്ലൈ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്രയും കളക്ഷൻ ഓർഡർ കിട്ടുകയാണെങ്കിൽ അങ്ങനെ സപ്ലൈ അവർ വീട്ടിലെത്തിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മൊത്തം പ്ലാൻസ് 1000 രൂപയ്ക്ക് കിട്ടും. 2000 കൊടുത്താൽ 10 പ്ലാന്റ് ഒരു വീട്ടിൽ അത്യാവശ്യം ഒരു ചെറിയൊരു ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളെല്ലാം. അപ്പോൾ ഈ ഗാർഡന്റെ ചെറിയ പ്ലാന്റ്സിന്റെ സെക്ഷൻ ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കൂടാതെ ഈ കോംബോ ഓഫർ കൂടാതെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. മാംഗോസ്റ്റീനൊക്കെ ഇരിക്കുന്നുണ്ടോ? മാംഗോസ്റ്റീനൊക്കെ അടിപൊളി പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. വെറും 300 രൂപ എന്ന് പുള്ളി പറഞ്ഞു. 300 രൂപയ്ക്ക് നമുക്ക് 2 തട്ട് കഴിഞ്ഞതൊക്കെ ഒരു 300 രൂപയ്ക്ക് കൊടുക്കാം. 2-3 തട്ടൊക്കെ ആയത് ഒരു 300 രൂപയ്ക്ക് കൊടുക്കാം. 300 രൂപ. അതേ മാംഗോസ്റ്റീൻ ഗ്രാഫ്റ്റഡ് 450 രൂപയ്ക്ക് കിട്ടുന്ന പറഞ്ഞു കേട്ടോ. ഗ്രാഫ്റ്റഡ് മാംഗോസ്റ്റീൻ നല്ല ഗ്രാഫ്റ്റഡ് കിട്ടും. ഇതൊരു പുതിയ സാധനമാണ്. ഇത് നമ്മുടെ ബേക്കറി ചെറിയുടെ സ്വീറ്റ് ആണ്. ഇത് പ്രോസസ്സ് ചെയ്യാതെ കഴിക്കാം. ആ സ്വീറ്റ് ഇതൊരു പുതിയ ടൈപ്പിൽ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. എന്തെല്ലാം ഇതിനൊക്കെ ഒരു 250 രൂപ. 250 അത് കൊടുക്കാം. റെഡ് പൊമലോ ബബിലൂസിന്റെ റെഡ് നമ്മുടെ കമ്പനി നാരങ്ങ. അതെ, അതിന്റെ പുതിയ വെറൈറ്റികൾ റെഡ് ഉണ്ട്. അതിന്റെ യെല്ലോ ഇവിടെ ഇരിപ്പുണ്ട്. യെല്ലോ പ്ലാന്റ് അതിന്റെ ഇതൊക്കെ ഒരു 325 രൂപ. പിന്നെ തായ് ജംബോ സപ്പോട്ട, തായ് കിങ് സപ്പോട്ട എന്ന് പറഞ്ഞ പുതിയ ഫേമസ് ആയിട്ട് ഇറങ്ങിയ സാധനം അത് വന്നിട്ടുണ്ട്. ഇതും ഒരു 200-250 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ ബില്ലൊന്ന് നോക്കണം. പിന്നെ ഞാവലിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. തായ് കിങ് ഞാവല്, ജാമൻ, ഇതൊക്കെ ചെറിയ ബഡ് ചെടികളാണ്, വലിയ വിലയില്ലാത്ത ചെടികളാണ്. തായ് കിങ് അതേ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ഇപ്പോഴേ ഫ്ലവർ ആയ പ്ലാന്റുകളാണ്. ഇതാ നോക്കിയാൽ അറിയാം, ഫ്ലവർ വന്ന ചെടികളാണ്. അടിപൊളി. പിന്നെ ഇത് കിങ്ങിൻ്റെ തായ് കിങ്ങിൻ്റെ പ്ലാന്റുകളാണ്. ഇത് കട്ട്നട്ട് ഒരു ഫ്രൂട്ടാണ്. കട്ട്നട്ട് ഫ്രൂട്ടുണ്ട്. ഈ ചെറിയോ ഫ്രിയോ ഗ്രാൻഡിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രൂമിച്ചാമ ചെറി, ഗ്രൂമിച്ചാമ ചെറി വന്നിട്ടുണ്ട്. പിന്നെ മട്ടോവയൊക്കെ ചെറിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഒളസാപ്പയുടെ ഗ്രാഫ്റ്റഡ് ലെയർഡ് പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഒളസാപ്പയുടെ റെഡ് ഡയമണ്ട് പേര പൂവുള്ള ചെറിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സവാന ചെറിയുടെ പ്ലാന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇന്തോനേഷ്യൻ്റെ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ബഡ് ചെയ്ത ചാമ്പകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു 370-350 അതിനകത്താവും. ഇത് പുതിയ പ്ലാന്റാണ് ഇപ്പോൾ വന്നത്. ഇതിന് വിലയുണ്ട്. ഇന്തോനേഷ്യൻ്റെ തന്നെ വൈറ്റ് ചാമ്പ, എല്ലാം നല്ല സ്വീറ്റാണ്. ഒരു 300 ഗ്രാമിൽ കൂടുതൽ വെയിറ്റ് വരും ഒരു ചാമ്പയ്ക്ക്. അവക്കാഡോ റെഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ വിലകളേ ഉള്ളൂ. നമ്മൾ ഈ കോംബോ ഇട്ടേക്കുന്നതുകൊണ്ട് താരതമ്യേന എല്ലാം നല്ല വില കുറച്ചാണ് ഇട്ടേക്കുന്നത്. ആ ഒരു വെരിഗേറ്റഡൊക്കെ നമുക്ക് 250 രൂപയ്ക്ക് കൊടുക്കാം. അത്രയും വലിയ പ്ലാന്റ് വെരിഗേറ്റഡ് അല്ല സോറി ഓറഞ്ച് വെരിഗേറ്റഡ് ഓറഞ്ച് അല്ലേ? കായ്ച്ചിട്ടുണ്ടല്ലോ, കായ കാണുമല്ലൊക്കെ തലപ്പേ നോക്കിയാൽ മതി. പിന്നെ കെൽഡാൻ അയണിച്ചക്കയുടെ കെൽഡാൻ്റെ ചെറിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ അയണിച്ചക്കയുടെ ഇത് താഴെ നിൽക്കുന്ന നമ്മുടെ വലിയ ഫാമിൽ ഏകദേശം ഒരു 3 അടിക്ക് കായ്ച്ചു നിൽപ്പുണ്ട്. ഇവിടെ ഓറഞ്ച് കായ്ച്ചു നിൽക്കുന്ന ഓറഞ്ചൊക്കെ ഒരു 350 രൂപയ്ക്ക് കൊടുക്കാം. തറയുന്നൊരു 3 അടി പൊക്കം.
ഇത് നമ്മുടെ സാധാ ഓറഞ്ച്, അതെ അതെ, നാഗ്പൂർ ഓറഞ്ചോ. ആ. പിന്നെ ലോങ്ങൻ വന്നിട്ടുണ്ട്, വൈറ്റ് ലോങ്ങൻ, റെഡ് റൂബി, പിങ് പോങ്. വൈറ്റ് ലോങ്ങിന് എത്ര രൂപയുണ്ട്? വൈറ്റ് ലോങ്ങനൊക്കെ നമുക്കൊരു എന്റെ കുറെ കാശ് കിട്ടോ വാങ്ങിയത്? ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചായിരുന്നു. ഒരു ഈ ഒരു ഹൈറ്റ് ഉള്ളതൊക്കെ ഒരു 1400 രൂപയ്ക്ക് കൊടുക്കാം. ഈ ഒരു ഇതാ റെഡ് റൂബി, ഇത് വൈറ്റ് ലോങ്ങൻ, പിങ് പോങ്, ദുരിയനുണ്ട്, ദുരിയൻ വന്നിട്ടുണ്ട്, പുലാസൻ. പുലാസൻ ഇപ്പം കുറച്ച് വില കൂട്ടിയാണ് എല്ലാവരും വാങ്ങുന്നത്. ഒരു ഈ ദുരിയൻ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ക്കുണ്ടോ? ഞാൻ കുറേ കാണുന്നു. അധികം ഞാൻ കണ്ടിട്ടില്ല, ഒരു സ്ഥലത്തും അങ്ങനെ അധികം കാഴ്ച. വലിയ മരങ്ങൾ കണ്ടിട്ടുണ്ട്. ആണല്ലേ, ഞെട്ടിപ്പോയി കണ്ടിട്ട്. അമ്പഴം എൻ്റെ അത്ര ഹൈറ്റുള്ള അമ്പഴമാണ്. ഇതൊക്കെ ഒരു 550 രൂപയ്ക്ക് കൊടുക്കാം. നമ്മൾ അത്രയും പൊക്കമുള്ള കായ്ച്ചത് മാത്രം എടുത്താൽ മതി. കായോട് കൂടി ഒരു 550 രൂപയ്ക്ക് കായോടുകൂടി പ്ലാന്റ് കൊടുക്കാം. സ്വീറ്റ് അമ്പഴല്ലേ? ആ, സ്വീറ്റ് അമ്പഴം. നാംഡോക്കുമായിരെ കുഞ്ഞു തൈകൾ വന്നിട്ടുണ്ട്, ചെറിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള വഴി ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നുകൂടെ കൊടുക്കാം. എന്നാലും ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതുള്ളത് ശരിക്കും ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒക്കെ എല്ലാവർക്കും അറിയാം. കഴക്കൂട്ടം കഴിഞ്ഞ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, പാങ്ങപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. പാങ്ങപ്പാറ ഗുരുമന്ദിരം എന്നാണ് പറയുക കേട്ടോ. കാര്യവട്ടം ക്യാമ്പസിൻ്റെ സ്റ്റോപ്പ് ഉണ്ട്. ആ കാര്യവട്ടം ക്യാമ്പസ് സ്റ്റോപ്പിനും ഗുരുമന്ദിരത്തിനും ഇടയ്ക്കായിട്ട് ഒരു റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. നിങ്ങൾ കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് വരുന്നെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് റോയൽ ഗ്രീൻ ഹൗസ് എന്ന് വലിയൊരു ബോർഡ് കാണാൻ പറ്റും. പുറത്ത് നോക്കിയാൽ ഇത്രയും കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് പുറത്ത് നിൽക്കാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും കളക്ഷൻ ഇവിടെ ഇല്ലല്ലോ എന്ന്. പക്ഷേ ഉള്ളിലേക്ക് വരണം കേട്ടോ. ഇത് തന്നെയല്ല, വലിയൊരു വേറെ ഗാർഡൻ, വലിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. എന്തായാലും ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടാവും ഞാൻ കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.